നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റായ നൈഫിലെ ബ്രിഡ്ജ് മുറാർ ഏരിയയിലെ ബിൽഡിംഗിൽ ഉണ്ടായത് വൻ തീപിടുത്തമാണ്. മലയാളി ദമ്പതികൾ അടക്കം 16 പേരുടെ മരണത്തിനിടയാക്കിയ അഗ്നിബാധയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ മലയാളികൾ. കെട്ടിടത്തിൽ നിന്ന് തീനാളങ്ങൾ ഉയരുന്നത് സമീപത്ത് താമസിക്കുന്നവർ കണ്ടിരുന്നെങ്കിലും ഇത്രയും വലിയ ദുരന്തമാണിതെന്ന് ആരും കരുതിയിരുന്നില്ല. ചെറിയ രീതിയിലുള്ള അഗ്നിബാധയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. വലിയൊരു ശബ്ദമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ആദ്യം കേട്ടതെന്നും തുടർന്ന് പരിസരത്തെല്ലാം പുക നിറയുകയായിരുന്നുവെന്നും ഇവിടുത്തെ കടകളിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. തീപിടുത്തത്തിന്റെ വിവരങ്ങൾ പോലീസ് വൈകിയാണ് പുറത്തുവിട്ടത്. പിന്നീടാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടെന്ന് പലരും തിരിച്ചറിഞ്ഞത്. സംഭവം അറിഞ്ഞവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പരിഭ്രാന്തിയോടെ പലരെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. പിന്നീട് സാമൂഹിക പ്രവർത്തകൻ നസീർ വാടനപ്പള്ളി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 16 ആണെന്നും ഇതിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 4 ഇന്ത്യക്കാരുണ്ടെന്നും വിവരം കൈമാറുകയായിരുന്നു. മലയാളികളടക്കം സാധാരണക്കാരായ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ദുബായ് ദേറയിൽപ്പെടുന്ന ബ്രിഡ്ജ് മുറാറും അൽറാസ് ഏരിയയും. നൈഫിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായ വലിയൊരു വിഭാഗം പേർ ഇവിടെ ബാച്ചിലർമാരുടെ ഫ്ളാറ്റുകളിലും കുടുംബങ്ങളായും താമസിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ ആഫ്രിക്കക്കാരുടെയും പാകിസ്ഥാൻ സ്വദേശികളുടെയും പ്രധാന താമസ കേന്ദ്രമാണിവിടം. ഡബിൾ ഡെക്കർ കട്ടിലുകളിലായി 6-ലേറെ പേർ ഒരു മുറിയിൽ താമസിക്കുന്നുണ്ട്. കെട്ടിട സുരക്ഷാ ആവശ്യകതകൾ പാലിക്കാത്തതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി വക്താവ് വ്യക്തമാക്കിയത്. അപകട കാരണങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ അധികൃതർ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് ശേഷമായിരുന്നു താഴത്തെ നിലയിൽ തലാൽ സൂപ്പർ മാർക്കറ്റ് അടക്കം ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായത്. ദുബായിലെ ഡ്രീം ലൈനർ ട്രാവൽസ് ആൻഡ് ടൂറിസം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മലപ്പുറം വേങ്ങര കാലങ്ങാടൻ റിജേഷ് 38 വയസ്സ്, ദുബായ് ഖിസൈസിലെ ക്രസന്റ് സ്കൂൾ അധ്യാപികയായ ഭാര്യ കണ്ടമംഗലത്ത് ജഷി 32 വയസ്സ് എന്നിവരാണ് മരിച്ച മലയാളികൾ. 2 പേർ തമിഴ്നാട് സ്വദേശികളാണ്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരാണ് തമിഴ്നാട് സ്വദേശികൾ എന്നാണ് വിവരം. പാകിസ്ഥാൻ, നൈജീരിയ, സുഡാൻ സ്വദേശികളാണ് മരിച്ച മറ്റുള്ളവർ. മൃതദേഹങ്ങൾ ദുബായ് പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായി സാമൂഹിക പ്രവർത്തകൻ നസീർ വാടനപ്പള്ളി അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.